നമസ്കാരം. മാർക്കറ്റ് വ്യൂവിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം പ്രധാന തലക്കെട്ടുകൾ. ആഗോള വിപണികളുടെ ട്രെൻഡിൽ നഷ്ടം തുടർന്ന ഇന്ത്യൻ വിപണികളിൽ തിരുത്തൽ തുടരുന്നു. നഷ്ടത്തിൽ വ്യാപാരം തുടർന്ന IT ഫൈനാൻഷ്യൽ ഓഹരികൾ. അദാനിക്ക് ആശ്വാസം. ഓഹരി വിപണി ചട്ടലംഘന ആരോപണങ്ങളിൽ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി തള്ളി സുപ്രീംകോടതി. ഹിൻഡൻബർഗ് റിപ്പോർട്ടിൽ പ്രത്യേക അന്വേഷണമില്ല. സെബി അന്വേഷണം തുടരാമെന്ന് കോടതി. 3 മാസത്തിനുള്ളിൽ അന്വേഷണം പൂർത്തിയാക്കണമെന്ന് നിർദ്ദേശം. ഓഹരി വിപണിയിൽ നേട്ടമുണ്ടാക്കി അദാനി ഗ്രൂപ്പിന്റെ എല്ലാ ഓഹരികളും. പ്രമേഹത്തിന് ലിറാഗ്ലൂട്ടൈഡിന് സമാനമായ മരുന്ന് ഇന്ത്യൻ വിപണിയിൽ എത്തിച്ച ഗ്ലെൻമാർക്ക് ഫാർമസ്യൂട്ടിക്കൽസ്. ലിറാഫിറ്റ് എന്ന പേരിൽ മരുന്ന് വിപണിയിൽ എത്തിക്കാൻ DGCA അനുമതി. പ്രമേഹ രോഗത്തിനുള്ള ചികിത്സാ ചെലവിൽ 70% വരെ കുറവ് വരും. HSBC ഉൽപാദന സൂചികയിൽ ഇടിവ്. മാനുഫാക്ചറിംഗ് PMI ഡിസംബറിൽ 54.9 ഇടിഞ്ഞു. രാജ്യത്തെ ഉൽപാദനം മന്ദഗതിയിലെന്ന സൂചന. വിപണിയിൽ തിളങ്ങിയ US ഡോളറും സ്വർണവും. US ഫെഡറൽ റിസർവ് റിപ്പോർട്ടും തൊഴിൽ ഡേറ്റയും ഉറ്റുനോക്കി രാജ്യാന്തര നിക്ഷേപകർ. ഇനി നമുക്ക് മാർക്കറ്റിന്റെ ചലനങ്ങൾ അറിയാം. സെൻസെക്സിന്റെയും നിഫ്റ്റിയുടെയും ചലനങ്ങൾ എന്താണെന്ന്. അതിനു മുമ്പ് നമുക്ക് ഒരു അതിഥിയുണ്ട്. ശ്രീ പ്രിൻസ് ജോർജ് ആണ്, നമ്മുടെ DBFS MD. പ്രിൻസ് ജോർജിലേക്ക്. ശ്രീ പ്രിൻസ് ജോർജ്, ഇന്ന് വിപണി സൂചിപ്പിക്കുന്നത് ഒരു ഡൗൺവേർഡ് ട്രെൻഡാണ്. അങ്ങ് രാവിലെ പറഞ്ഞിരുന്നു ഇതൊരു തിരുത്തലാണ്. ആഗോള സൂചികകളിലെ നഷ്ടം, അതേപോലെ തന്നെ ഇന്ത്യൻ ബാങ്ക് സൂചികകൾ കഴിഞ്ഞ ദിവസം നഷ്ടമായിരുന്നു. എന്നാലും ഈ വിപണിയിൽ നിക്ഷേപകർക്ക് അതായത് ഈ 2024 ആദ്യ സെഷനിൽ തന്നെ ഇങ്ങനെ ഒരു നഷ്ടം വരുന്നത്, അതിൻ്റെ ഒരു ട്രെൻഡ് കാണിക്കുന്നത് എന്താണ്? നമ്മൾ സൂചിപ്പിച്ച പോലെ ഇതൊരു കറക്ഷൻ മാത്രമാണ്, അല്ലാതെ ഇതൊരു മേജർ ഫോൾ ഒന്നുമല്ല. സ്റ്റോക്ക് മാർക്കറ്റുകളിൽ ഇത്തരം വോളറ്റൈൽ മൂവ്മെന്റ്സ് സാധാരണ ഉണ്ടാകുന്നതാണ്. കുറച്ച് ദിവസങ്ങൾ മാർക്കറ്റ് കയറിയാൽ പിന്നെ കുറച്ച് ദിവസങ്ങൾ ചെറുതായിട്ട് മാർക്കറ്റ് കറക്ഷൻ ഉണ്ടാകും. അങ്ങനെ കറക്ഷൻ ഉണ്ടാകുന്ന ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് സാധാരണ മാർക്കറ്റ് പാർട്ടിസിപ്പൻസ് വിലയിരുത്തുന്നത്, അല്ലാതെ അതിനൊരു വലിയൊരു ഉള്ള സംഭവം എന്നുള്ള കാര്യത്തിലല്ല. തീർച്ചയായിട്ടും കറക്ഷൻ വരുമ്പോൾ, ഇൻഡെക്സ് ഇടിയുമ്പോൾ എല്ലാവരുടെയും കയ്യിലുള്ള ഓഹരികളും താഴേക്ക് വരും. അപ്പോൾ അതിനനുസരിച്ച് ആളുകളുടെ പ്രോഫിറ്റോ അല്ലെങ്കിൽ ആളുകളുടെ വാല്യുവേഷനോ ഒക്കെ കുറയുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാകും. അത് ആർക്കും അത്ര ഇഷ്ടമുള്ള കാര്യമല്ല. പക്ഷെ നമുക്ക് ഒരിക്കലും ഇമാജിൻ ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യം, വെർട്ടിക്കലായിട്ട് മാർക്കറ്റ് എല്ലാ ദിവസവും ഇങ്ങനെ മുകളിലേക്ക് കയറി പോകുക എന്ന് പറഞ്ഞൊരു സിറ്റുവേഷൻ ലോകത്ത് ഒരു മാർക്കറ്റിലും ഇല്ല. എന്തുകൊണ്ട് കറക്റ്റ് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, മാർക്കറ്റുകൾ ചില സമയത്ത് ഓവർ ഹീറ്റഡ് ആവും. അതായത് ആളുകൾ കൂടുതൽ ആന്റിസിപ്പേറ്റ് ചെയ്ത് ട്രേഡേഴ്സ് പൊസിഷൻ കീപ്പ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ വരും. അപ്പൊ ആ ന്യൂസുകളൊക്കെ വരാത്ത സിറ്റുവേഷനിലോ അല്ലെങ്കിൽ എന്തെങ്കിലും നെഗറ്റീവ് ന്യൂസുകളോ ഒക്കെ വന്നു കഴിയുമ്പോഴാണ് സെല്ലിംഗ് ഉണ്ടാകുന്നത്. അങ്ങനെയാണ് ഈ കറക്ഷൻ ഉണ്ടാകുന്നത്. പക്ഷേ ഈ കറക്ഷന്റെ ഒരു സ്റ്റേജിൽ വാല്യൂ ഇൻവെസ്റ്റേഴ്സ് ആയിട്ടുള്ള ആളുകൾ വന്ന് ബൈയിങ് നടത്തുമ്പോൾ മാർക്കറ്റ് സ്റ്റെബിലൈസ് ചെയ്യും. അവിടെ നിന്ന് വീണ്ടും മാർക്കറ്റ് റിക്കവർ ചെയ്യും. അപ്പൊ ഇപ്പോഴത്തെ സാഹചര്യം കറക്ഷനാണ്. ഇപ്പൊ ഈ വർഷത്തിന്റെ തുടക്കത്തിൽ തന്നെ ഈ കറക്ഷൻ ഉണ്ടാകാനുള്ള ഒരു പ്രധാന കാരണം ഡിസംബർ മാസത്തിൽ കഴിഞ്ഞ ഈ റെക്കോർഡ് മൂവ്മെന്റ് ആയിരുന്നു, അപ്വേർഡ് മൂവ്മെന്റ് ആയിരുന്നു മാർക്കറ്റിന്. അപ്പൊ അത്രയും സ്ട്രോങ് ആയിട്ട് മാർക്കറ്റ് ഡിസംബറിൽ റാലി ചെയ്തുകൊണ്ട് കുറേയേറെ ഇൻവെസ്റ്റേഴ്സ് ജനുവരി ആദ്യ വീക്കിൽ ഇപ്പോൾ പ്രോഫിറ്റ് എടുക്കുക എന്നുള്ളൊരു സിറ്റുവേഷൻ ഉണ്ട്. പിന്നെ ഇത് കൂടാതെ തന്നെ ഈ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ഇന്ത്യൻ മാർക്കറ്റിൽ വൻതോതിൽ ഇൻവെസ്റ്റ് ചെയ്യും, ജാനുവരിയിൽ ചെയ്യും. അവർക്ക് ജാനുവരി എന്ന് പറഞ്ഞ ഒരു പുതിയ ഫിനാൻഷ്യൽ ഇയർ ആണ്. നമുക്ക് മാർച്ചിലാണ് ഇന്ത്യയിൽ, ഫോറിനേഴ്സിനൊക്കെ ജാനുവരിയാണ്, ഡിസംബറിലാണ് ഇയർ എൻഡിങ് വരുന്നത്. അപ്പോൾ പുതിയ ഇയറിൽ അവർ വലിയ അലോക്കേഷനുമായിട്ട് വരും. ഇന്ത്യ ഒരു വളരെ മികച്ച ഒരു മാർക്കറ്റാണ് എന്നൊക്കെയുള്ള രീതിയിലുള്ള ഒരു ഹൈപ്പ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരുന്നു. സ്വാഭാവികമായിട്ടും അങ്ങനത്തെ ഒരു ഹൈപ്പ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിനെ ബേസ് ചെയ്ത് ഇത് വരുമെന്നുള്ള പ്രതീക്ഷയിലൊക്കെ വാങ്ങിയ ആളുകൾക്ക് ഇപ്പോൾ ഇവർ ആദ്യത്തെ ഒരു സെല്ലിംഗ് പ്രഷർ കാണുമ്പോൾ ഒരു നിരാശ ഉണ്ടാകും. അപ്പോൾ അവർ ഒരു സെല്ലേഴ്സ് ആയിട്ട് മാറുന്ന ഒരു സിറ്റുവേഷനാണ്. ചിലപ്പോൾ ഈ കറക്ഷൻ കുറച്ച് ദിവസങ്ങളൂടെ കണ്ടിന്യൂ ചെയ്യാനുള്ള ചാൻസ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ശരി, എന്തായാലും ആ ഒരു തിരുത്തൽ തുടരുമ്പോഴും നിക്ഷേപകർ നിക്ഷേപം നടത്താൻ ഭയക്കേണ്ടതില്ല എന്ന് തന്നെയാണ് ശ്രീ പ്രിൻസ് ജോർജ് പറയുന്നത്. എന്തായാലും നമുക്ക് വിപണിയിലെ ഇന്നത്തെ ഒരു മാറ്റങ്ങളിലേക്ക്, സെൻസെക്സും നിഫ്റ്റിയും ഒക്കെ എങ്ങനെ പോകുന്നു എന്ന് നമുക്കൊന്ന് നോക്കാം. നമ്മൾ ദേശീയ ഓഹരി വിപണിയിലേക്ക് വന്നു കഴിഞ്ഞാൽ, ദേശീയ ഓഹരി വിപണി ശ്രീ പ്രിൻസ് ജോർജ് പറഞ്ഞതുപോലെ തന്നെ ഇന്ന് ഒരു കറക്ഷന്റെ പാതയിൽ തന്നെയാണ്. 21,566 ഇപ്പോൾ വ്യാപാരം നടക്കുന്നത്, 99 പോയിന്റ് കുറഞ്ഞ്. ഇത് ഓപ്പണിംഗ് 21,661 ആയിരുന്നു. ഏറ്റവും കുറഞ്ഞത് 21,519. അപ്പോൾ പല നിക്ഷേപക വിദഗ്ധരും പറയുന്നത് 21,550 അല്ലെങ്കിൽ 500 എന്ന് പറയുന്ന ആ റേറ്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നിക്ഷേപം നടത്താനുള്ള ഒരു സമയമാണെന്നാണ് പറയുന്നത്. ഇതിൻ്റെ ഏറ്റവും ഹൈ വന്നിരിക്കുന്നത് 21,677 എന്ന നിലയിലാണ്. ഇനി നമ്മൾ ഈ ഗ്രാഫ് നോക്കുകയാണെങ്കിൽ ഏറ്റവും കുറഞ്ഞ പോയിന്റ് ഇവിടെയാണ് വന്നിരിക്കുന്നത്. എന്നാൽ ഒരു മിഡ് ഡേ മോഡ് എന്ന് പറയുന്നത് ദേശീയ ഓഹരി വിപണിയിൽ നിക്ഷേപകർക്ക് അനുകൂലമായ ഒരു സമയമാണ്. ഈ കുറവെന്ന് പറയുന്നത് അതൊരു തിരുത്തലിൻ്റെ ഭാഗം മാത്രമാണ്. ഇനി
BSE സെൻസെക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ സെൻസെക്സ് 72,000 എന്ന മാജിക്കൽ നമ്പറിലായിരുന്നു. ആ മാജിക്കൽ നമ്പറിൽ നിന്ന് ഒരു കുറവ് രേഖപ്പെടുത്തി. 300 പോയിന്റിലേറെ കുറവാണ് ഇന്ന് രേഖപ്പെടുത്തിയത്. 71,546 553 ഇപ്പോൾ ട്രേഡ് നടക്കുന്നത്. സെക്കൻഡ് വെച്ച് മാറിക്കൊണ്ടിരിക്കുകയാണ്. 342 പോയിന്റ് ഇടിവാണ് ഇപ്പോൾ കാണിക്കുന്നത്. ഇവിടെ സെൻസെക്സും ഇതേപോലെ തന്നെ ഉയർച്ച താഴ്ചകളിൽ കൂടെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് രാവിലത്തെ മുതലുള്ള ഗ്രാഫ് നോക്കിയാൽ. പക്ഷേ ഇതൊരു 4-5 ദിവസം ഈ കറക്ഷൻ കാണുമെന്ന് തന്നെയാണ് വിദഗ്ധർ പറയുന്നത്. നിക്ഷേപിക്കാൻ നല്ല സമയമാണ്. ഒരു ഹാപ്പി ന്യൂ ഇയർ തന്നെ ആയിരിക്കും ഈ ഓഹരി വിപണികളിലെന്നാണ് വിദഗ്ധർ പറയുന്നത്. ഇനി ഗോൾഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഗോൾഡ് ഇടയ്ക്കൊരു സ്വർണ്ണ തിളക്കം കാണിച്ചിരുന്നു. 24 ക്യാരറ്റ് ഗോൾഡ് 10 ഗ്രാമിന് 63,190 -67, അതായത് 67 പോയിന്റുകൾ ഇടിഞ്ഞാണ് ഇവിടെയും വ്യാപാരം നടക്കുന്നത്. 63,190 നിക്ഷേപം നടത്താൻ താല്പര്യമുള്ളവർക്ക് അത് ചെയ്യാവുന്നതാണ്. ഗോൾഡ് US ഡോളർ അല്പം തിളങ്ങി നിൽക്കുന്നതുകൊണ്ട് ഗോൾഡ് ഇപ്പോൾ തിളക്കക്കുറവിലാണ്. ഇനി 22 ക്യാരറ്റ് ഗോൾഡ് 10 ഗ്രാമിന് 58,500 എന്ന നിലയിലാണ്. ഇവിടെയും ഒരു ഇടിവാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ചിലപ്പോൾ അല്പസമയം കഴിയുമ്പോൾ വിപണിയിൽ ഒരു ഏറ്റക്കുറച്ചിൽ വീണ്ടും വരാവുന്നതാണ്. ഇനി US ഡോളറിലേക്ക് വന്നാൽ കഴിഞ്ഞ 2 ആഴ്ചയായി US ഡോളർ തിളക്കത്തിലാണ്. കാരണം US ഫെഡറൽ റിസർവിൻ്റെ റിപ്പോർട്ട് വരുന്നതിന് മുമ്പ് തന്നെ ഒരു റേറ്റ് കട്ട്, പലിശ നിരക്ക് അവർ കുറച്ചതുകൊണ്ട് തന്നെ ഡോളർ വലിയ തിളക്കത്തിലാണ്. ഇപ്പോൾ വ്യാപാരം നടക്കുന്നത് 83 രൂപ 26 എന്ന നിലയിലാണ്. നമുക്കറിയാം $1 സാധനം വാങ്ങിക്കുമ്പോൾ എത്ര ഇന്ത്യൻ രൂപ നമ്മൾ കൊടുക്കേണ്ടി വരും. അതാണ് ഈ നിരക്ക് കാണിക്കുന്നത്. 83 രൂപ 26 ഡോളറിൻ്റെ ഇപ്പോഴത്തെ നിരക്ക്. ഇനി 10-year ബോണ്ട് ഈൽഡിങ്ങിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ രാജ്യത്തിൻ്റെ വായ്പ ആരോഗ്യത്തെ കാണിക്കുന്ന ഒരു നിരക്കാണിത്. അത് +7.123 ആണ്. 7.21. അവിടെയും പോസിറ്റീവാണ് കാണിക്കുന്നത്. രാജ്യത്തൊരു നിക്ഷേപ സാഹചര്യം നിലനിൽക്കുന്നു എന്ന് തന്നെയാണ് ഈ 10-year ബോണ്ട് ഈൽഡിൻ്റെ കണക്കുകളും കാണിക്കുന്നത്. ഏതായാലും മിഡ് ഡേ മൂഡിലുള്ള മാർക്കറ്റ് വ്യൂ ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇനി വൈകുന്നേരം 4:45 ക്ലോസിംഗ് ബെല്ലുമായി കാണാം. നമസ്കാരം. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.